യു.പി. സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റ് വന്ന് 9 മാസം പിന്നിട്ടിട്ടും ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനമില്ല. വിരമിക്കൽ മൂലമുണ്ടാകുന്ന ഒഴിവുകളിലേക്ക് ഡിവിഷൻ ഫാൾ വരുന്ന സ്കൂളുകളിലെ അധ്യാപകരെ പുനർവിന്യസിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിസന്ധിയാകുന്നത്. തസ്തിക നഷ്ടപ്പെടുന്ന അധ്യാപകരെ അനുപാതത്തിൽ മാറ്റം വരുത്തി അതേ സ്കൂളുകളിൽ നിലനിർത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. 2025 ഒക്ടോബർ 10-നാണ് UPST റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഒരൊറ്റ ജില്ലയിൽ പോലും ഒന്നാം റാങ്കുകാർക്ക് വരെ ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവും അതുവഴിയുണ്ടാകുന്ന ഡിവിഷൻ ഫാളുമാണ് നിയമനങ്ങൾക്ക് തടസ്സമാകുന്നത്. വിരമിക്കൽ മൂലമുണ്ടാകുന്ന ഒഴിവുകളിലേക്ക് ഡിവിഷൻ ഫാൾ വരുന്ന സ്കൂളുകളിലെ അധ്യാപകരെ പുനർവിന്യസിക്കുന്നതാണ് പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയാകുന്നത്. എല്ലായിടത്തുനിന്നും ലഭിക്കുന്ന മറുപടി ജൂലൈ 15-ന് ഫിക്സേഷൻ കഴിഞ്ഞിട്ട് പറയാനുള്ളതാണ്. ഒഴിവുകളൊക്കെ ഉണ്ട്, പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഹെഡ് ടീച്ചേഴ്സിന് ക്ലാസ് ടീച്ചർ ഡ്യൂട്ടി ഉണ്ട്. ആ പോസ്റ്റിലേക്ക് ഒരു ടീച്ചറിനെ നിയമിക്കണം. അപ്പോൾ നമുക്കൊരു വേക്കൻസി കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിവിഷൻ ഫാൾ വരുന്ന സ്കൂളുകളിൽ തസ്തിക നഷ്ടപ്പെടുന്ന അധ്യാപകരെ അവിടെ തന്നെ നിലനിർത്താൻ അനുപാതത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. UPST ലിസ്റ്റിലും 1:30 എന്ന റേഷ്യോയിലേക്ക് മാറ്റിയാൽ ഒരുപാട് പോസ്റ്റുകളും ഇപ്പോൾ നിലവിൽ ഒരുപാട് ഡിവിഷൻ ഫാളുകൾ ഉണ്ടാകുന്നുണ്ട്. കുട്ടികളുടെ എണ്ണം കുറവ് കാരണം ആ ഡിവിഷൻ ഫാളുകളും ഇല്ലാതെ കിട്ടും. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ, BRC, SSK, LP അപ്ഗ്രേഡഡ് UP സ്കൂളുകൾ എന്നിവിടങ്ങളിൽ സ്ഥിരം UPST തസ്തികകൾ സൃഷ്ടിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ അതിന് മുതിരുന്നില്ലെന്നും ഇവർ പറയുന്നു. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങാനാണ് ഉദ്യോഗാർത്ഥികളുടെ ആലോചന. മീഡിയ 1 തിരുവനന്തപുരം.